എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എനിക്ക് തോന്നുന്നു രേഷ്മ ഈ ജയശ്രീയുടെ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ കൃത്യമായ ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെ 8 മണിക്കൂറിലധികമാണ് ഏതാണ്ട് ചോദ്യം ചെയ്യലിന് ജയശ്രീയെ വിധേയയാക്കിയത്. ഈ ജയശ്രീ പറഞ്ഞ കാര്യങ്ങൾ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് അടുത്തത് ചോദ്യം ചെയ്യാൻ പോകുന്നത് ബോർഡിലേക്കായിരിക്കും ഇ ഡി, അല്ലേ? അതെ ശ്യാം, അതായത് ജയശ്രീയെ ഇന്നലെ ഏകദേശം 8 മണിക്കൂറോളം ഇ ഡി ചോദ്യം ചെയ്തിരുന്നു, വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയായിരുന്നു. ജയശ്രീ നൽകിയിട്ടുള്ള മൊഴിയൊന്നും തന്നെ ഈ പ്രാഥമികമായിട്ട് നിലവിൽ ഇ ഡി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അതായത് ജയശ്രീ പറഞ്ഞിട്ടുള്ളത് SIT സംഘത്തിന് നൽകിയ അതേ മൊഴി തന്നെയാണ് ഇ ഡിക്ക് മുന്നിലും ജയശ്രീ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ദേവസ്വം ബോർഡിന്റെ തീരുമാനങ്ങൾ താൻ നടപ്പിലാക്കുകയായിരുന്നു, സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഉത്തരവിറക്കി, ക്രമക്കേടിന് ആധാരമായിട്ടുള്ള രീതിയിൽ താൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല, മിനിറ്റ്സിലൊന്നും തന്നെ തിരുത്തൽ വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജയശ്രീ ഇ ഡിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ട് ഇ ഡി ജയശ്രീയെ സമൻസ് അയച്ച് വിളിച്ചു വരുത്തി വീണ്ടും ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡിലേക്കും അന്വേഷണം നീങ്ങും. കാരണം ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടാണ് ഇ ഡിക്ക് മുന്നിലാണെങ്കിലും SITക്ക് മുന്നിലാണെങ്കിലും സെക്രട്ടറി കൂടിയായിരുന്ന ജയശ്രീ മൊഴി നൽകിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ടും അന്വേഷണം വിപുലപ്പെടുത്തുന്നതിന് കാരണമാകുക തന്നെ ചെയ്യും. മറ്റൊന്ന്, ജയശ്രീയുടെ ഈ മൊഴി അത് കൃത്യമായിട്ട് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അതായത് മൊഴിയിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ദേവസ്വം മിനിറ്റ്സിലൊന്നും തന്നെ ജയശ്രീ തിരുത്തൽ വരുത്തിയിട്ടില്ല എന്നാണ്. അങ്ങനെ വരുമ്പോൾ ഉത്തരവിറക്കിയ സെക്രട്ടറിയാണ് ജയശ്രീ. അപ്പോൾ കൈയക്ഷര മാതൃക പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് ജയശ്രീയുടെ മൊഴി കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് കൈയക്ഷര മാതൃക കൈമാറാനായി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമൻസ് ഇ ഡി അയക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വിശദമായിട്ട് തന്നെ നിലവിൽ ഇ ഡിക്ക് മുന്നിൽ 8 മണിക്കൂറോളം ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ജയശ്രീ നൽകിയിട്ടുള്ള മൊഴിയൊക്കെ തന്നെ ക്രോഡീകരിച്ച് വിലയിരുത്തലുകൾക്ക് വിധേയമാക്കിക്കൊണ്ട് പരിശോധിക്കും. അതിനുശേഷമായിരിക്കും രണ്ടാമതൊരിക്കൽ കൂടി ജയശ്രീയെ വിളിപ്പിക്കുക. എന്തായാലും ജയശ്രീ നൽകിയിട്ടുള്ള മൊഴി ഇപ്രകാരമാണ്: ദേവസ്വം മിനിറ്റ്സിൽ ഒന്നും തന്നെ താൻ ക്രമക്കേടിന് പരമായിട്ട് അല്ലെങ്കിൽ ക്രമക്കേട് ചെയ്യാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുത്തലൊന്നും തന്നെ വരുത്തിയിട്ടില്ല, മറിച്ച് ദേവസ്വം ബോർഡിന്റെ തീരുമാനം താൻ ഉത്തരവായിട്ട് ഇറക്കുകയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇ ഡി കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ജയശ്രീയുടെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടണം എന്നുള്ള ഉത്തരവിറക്കിയത്, അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടണമെന്നുള്ള ഉത്തരവിറക്കിയത് അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന ജയശ്രീയാണ്. ഇതിന് ഏതെങ്കിലും ഘട്ടത്തിൽ സാമ്പത്തിക ലാഭം ഈ പറയുന്ന ജയശ്രീക്ക് കിട്ടിയിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇ ഡി അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ തിരുത്തൽ താൻ വരുത്തിയിട്ടില്ല എന്നുള്ള ജയശ്രീയുടെ വാദം അല്ലെങ്കിൽ ജയശ്രീയുടെ മൊഴി അത് കൂടുതൽ ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് കൈയക്ഷര മാതൃക വിടുന്നത്. എന്തായാലും നേരത്തെ പല കേസുകളിലും ഇ ഡി കൈയക്ഷര മാതൃകയൊക്കെ തന്നെ ശാസ്ത്രീയമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും ഇ ഡി അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചെങ്കിൽ മാത്രമേ ഈ കേസ് കോടതിയിൽ എത്തുമ്പോൾ നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജയശ്രീയുടെ കാര്യത്തിൽ കൂടുതൽ കൃത്യമായിട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇനി ഉള്ളത് ദേവസ്വം ബോർഡ് ഭാരവാഹികൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ അവരിലേക്ക് അന്വേഷണം എത്തുക എന്നുള്ളതാണ്. നിലവിൽ ജയശ്രീയുടെ മൊഴി പ്രകാരം ആ ഒരു ഘട്ടത്തിലേക്കായിരിക്കും ഇനി ഇ ഡി നീങ്ങുക. രേഷ്മയാണ് ഈ വിവരങ്ങൾ. രേഷ്മ, ഞങ്ങൾ മാത്രമല്ല പ്രേക്ഷകർ എമ്പാടും രേഷ്മയിലേക്ക് ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. കാര്യം ജയറാം വരുമോ സമൻസ് അനുസരിച്ച്, വന്നാൽ എന്തു പറയും, ഇ ഡി എന്തൊക്കെ ചോദിക്കും, ഇതറിയാൻ ഇതെല്ലാം ഉടനെ തന്നെ ഇ ഡി വന്ന് പറഞ്ഞു തരുമെന്നല്ല എങ്കിൽ പോലും നമ്മുടെ സോഴ്സസ് ഉപയോഗിച്ച് പരമാവധി വിവരങ്ങൾ എനിക്ക് തോന്നുന്നു രാവിലെ ലൈവ് റിപ്പോർട്ട്സ് മുതൽ തന്നെ പ്രതീക്ഷിക്കുന്നു. രേഷ്മയിലേക്ക് എന്തായാലും വളരെയധികം നന്ദി ഈ അപ്ഡേറ്റിന്.